ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നാസയുടെ ചാന്ദ്ര ദൌത്യം ആർടെമിസ് 2 ദൌത്യം പ്രതിസന്ധിയിൽ. രണ്ടാം വെറ്റ് ഡ്രസ് റിഹേഴ്സലിന് പിന്നാലെ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തിയെന്ന് നാസ. മാർച്ചിൽ വിക്ഷേപണം ഉണ്ടാവില്ല. ലോഞ്ച് പാഡിൽ നിന്ന് SLS റോക്കറ്റ് മാറ്റിയേക്കും. പ്രജൻ സി കണ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രജൻ, തുടക്കം മുതൽ തന്നെ വലിയ പ്രതിസന്ധി ആർടെമിസ് 2 നേരിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. പ്രത്യേകിച്ചും ശാസ്ത്രലോകത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു ഈ രീതിയിലുള്ള ആർടെമിസ് 2 ദൌത്യം മാർച്ചിൽ നടക്കാൻ പോകുന്നു. വിക്ഷേപണം മാർച്ച് 6 ഉണ്ടാകുമെന്നൊക്കെ നാസ നേരത്തെ ചില സൂചനകൾ തന്നിരുന്നു. പക്ഷേ അതുണ്ടാവില്ല എന്ന അറിയിപ്പാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. വളരെ നിരാശയാണ് ശാസ്ത്രലോകത്തിന് ഉണ്ടായിരിക്കുന്നത്. 4 മനുഷ്യരെ അത് ചന്ദ്രൻ തൊട്ടടുത്തവരെ എത്തിച്ച് ചന്ദ്രൻ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്ക് എത്തുന്ന ദൌത്യമാണ് ആർടെമിസ് 2 എന്ന ദൌത്യം. പക്ഷേ അത് മാർച്ചിൽ ഉണ്ടാകില്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ നാസ നൽകിയിരിക്കുന്നത്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ വെറ്റ് ഡ്രസ് റിഹേഴ്സൽ, രണ്ടാം വെറ്റ് ഡ്രസ് റിഹേഴ്സലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. 2 ദിവസം നീണ്ടുനിന്ന ഡ്രസ് റിഹേഴ്സലിനൊടുവിൽ ഏറ്റവും ഒടുവിലാണ് ഒരു പുതിയ സാങ്കേതിക പിഴവ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അത് ഹീലിയം വാൽവിലുണ്ടായ ഒരു പിഴവാണ് എന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. ഈ റോക്കറ്റിലേക്ക് ഹീലിയത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന വാൽവിലുണ്ടായ ഒരു പ്രശ്നം, അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അത് പരിഹരിക്കണമെങ്കിൽ ഈ റോക്കറ്റ് സംവിധാനം അവിടെ നിന്നും മാറ്റി ഈ അസംബ്ലി യൂണിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതിപ്പോൾ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിലാണ് ഈ റോക്കറ്റ് ഉള്ളത്. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി നമ്മൾ കാണുന്നത് ഓറിയൺ എന്ന് പറയുന്ന പേടകമാണ്. ആ പേടകത്തിലാണ് ഈ 4 സഞ്ചാരികൾ ചന്ദ്രനടുത്തേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ റോക്കറ്റ് ആ ലോഞ്ച് പാഡിൽ തന്നെ മാറ്റി അത് വെഹിക്കിൾ അസംബ്ലി യൂണിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അവിടുന്ന് മാത്രമേ ഈ പിഴവുകൾ നികത്താൻ കഴിയുകയുള്ളൂ, മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മാർച്ചിൽ എന്തായാലും ഇനി ഒരു വിക്ഷേപണം നടക്കില്ല. പക്ഷേ എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ നാസ നൽകുന്നുമില്ല. ഈ ആഴ്ചയിൽ തന്നെ എന്താണ് സംഭവിച്ചത്, ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകും എന്നാണ് മിഷൻ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രവിധ, ശരി. എന്തായാലും ആദ്യ ശ്രമത്തിനിടെ ഹൈഡ്രജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയും പ്രശ്നം പരിഹരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴാണ് വീണ്ടും ഒരു വെല്ലുവിളി നാസയുടെ ചാന്ദ്ര ദൌത്യമായ ആർടെമിസ് 2 ഇപ്പോൾ നേരിടുന്നത്. രണ്ടാം വെറ്റ് ഡ്രസ് റിഹേഴ്സലിന് പിന്നാലെ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത്. മാർച്ചിൽ വിക്ഷേപണം ഉണ്ടാവില്ല എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പ്രജൻ സി കണ്ണൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.